ഹലോ വെൽക്കം ടു പി കെ ലേണിങ്സ്. നമ്മളിന്ന് PYQ സീരീസിൻ്റെ ഒരു അടുത്ത എപ്പിസോഡാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക് കഴിഞ്ഞിട്ട് ഒരു പുതിയ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. 2021 RBI ആൻഡ് മോണിറ്ററി പോളിസി, ബഡ്ജറ്റ് ആൻഡ് ഫിസ്ക്കൽ പോളിസിയുടെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റിനിലേക്ക് കടക്കാം. ഫസ്റ്റ് RBI ആൻഡ് മോണിറ്ററി പോളിസിയിലേക്കുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു സബ് പാർട്ടാണ്. പക്ഷേ ഇതിന് ഒരുപാട് ക്വസ്റ്റൻസ് ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് RBI ആൻഡ് മോണിറ്ററി പോളിസി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ തന്നെയാണ് നമ്മളിത് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ ഉള്ള മൃഗം ഏതാണെന്നാണ്. റിസർവ് ബാങ്കിൻ്റെ ഒരു സിമ്പൽ ഉണ്ട്, അതിലുള്ള മൃഗത്തിൻ്റെ പേരെന്താ? കടുവയാണോ, സിംഹമാണോ, ആനയാണോ, കുതിരയാണോ? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. നമുക്കിവിടെ കാണാൻ പറ്റും റിസർവ് ബാങ്കിൻ്റെ ഔദ്യോഗിക മുദ്രയിലുള്ളത് കടുവയും ഒരു ഈന്തപ്പനയുമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കടുവയും ഈന്തപ്പനയും കാണാൻ പറ്റും. RBIയുടെ രൂപീകരണ സമയത്ത് ഈ മുദ്രയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതീകമായിരുന്ന സിംഹമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് സിംഹത്തിന് പകരം ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ടുള്ള കടുവയെ ഉൾപ്പെടുത്തി മുദ്ര പരിഷ്കരിക്കുകയായിരുന്നു പിന്നീട് ചെയ്തത്. ഇന്ത്യയുടെ കരുത്തും സാമ്പത്തിക സ്ഥിരതയും പ്രതീകാത്മകമായി സൂചിപ്പിക്കാനാണ് ഈ ചിഹ്നം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ടൈം പീരീഡ് വരെ പ്രൊജക്ട് ടൈഗറൊക്കെ വരുന്നത് വരെ ഇന്ത്യയുടെ നാഷണൽ ആനിമൽ എന്ന് പറയുന്നതും സിംഹമായിരുന്നു. പിന്നീടാണ് ടൈഗറായിട്ട് മാറുന്നത്, പ്രൊജക്ട് ടൈഗറിൻ്റെ ഭാഗമൊക്കെ ആയിട്ട്. അപ്പോൾ RBIയുടെ സിമ്പലിലുള്ളതും ടൈഗറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഇപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്? ബാങ്ക് നിരക്ക്, വേരിയബിൾ റിസർവ് ആവശ്യങ്ങൾ അതായത് CRRഉം SLRഉം, തുറന്ന വിപണി പദ്ധതികൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് OMO. ഇതിൽ ഏതൊക്കെയാണ് ശരി? എല്ലാം ശരിയാണ്, 1, 2 ശരിയാണ്, 2, 3 ശരിയാണ്, എല്ലാം തെറ്റാണ് എന്നുള്ള ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം എന്താ? എല്ലാം വരുന്നുണ്ട്. രാജ്യത്തെ പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ, പണലഭ്യത നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് RBI ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടൂളുകളാണ് ഈ പറയുന്ന 3 ഇപ്പോൾ ഒന്ന് ബാങ്ക് നിരക്ക്, ബാങ്ക് റേറ്റ്. വാണിജ്യ ബാങ്കുകൾക്ക് RBI നൽകുന്ന ദീർഘകാല വായ്പകളുടെ പലിശ നിരക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? അതായത് RBI എന്ത് കൊടുക്കുന്നുണ്ട്? ബാങ്കുകൾക്ക് വായ്പകൾ ലോങ് ടൈമിൽ കൊടുക്കും. നോർമൽ റേറ്റിൽ ആളുകളിലേക്ക് പണം എത്തിക്കാൻ വേണ്ടിയിട്ട് നോർമലി പോകുന്നത് ഈ ബാങ്ക് റേറ്റിൽ സിസ്റ്റത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? അപ്പോൾ ലോങ് ടൈമിലേക്ക് ബാങ്കുകൾക്ക് ആവശ്യങ്ങൾക്ക് വായ്പ കൊടുക്കും. പെട്ടെന്നുണ്ടാകുന്ന അവരുടെ ആവശ്യങ്ങൾക്കല്ല, അവർക്ക് ലോൺ കൊടുക്കുക, മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോങ് ടൈമിലേക്ക് കൊടുക്കുന്ന വായ്പകൾ ഉണ്ടാവും. അതിന് ഈടാക്കുന്ന നിരക്കിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഈ നിരക്ക് കൂട്ടുമ്പോൾ വായ്പകൾ ചെലവേറിയതാവുകയും വിപണിയിലെ പണലഭ്യത കുറയുകയും ചെയ്യും. അപ്പോൾ ഈ റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മണി കൺട്രോൾ ചെയ്യാൻ പറ്റും, മാർക്കറ്റിലുള്ള മണി കൺട്രോൾ ചെയ്യാൻ പറ്റും. ലോങ് ടൈമിലേക്ക് ഇതിന് റേറ്റ് കൂട്ടി കഴിഞ്ഞാൽ എന്ത് പറ്റും? കോസ്റ്റ്ലിയർ ആവും, ഇൻട്രസ്റ്റ് കോസ്റ്റ്ലിയർ ആവും. അപ്പോൾ ബാങ്കുകൾക്ക് അധികം പൈസ കൊടുക്കാൻ ഇതേ ഇൻട്രസ്റ്റ് റേറ്റിൽ കൊടുക്കുമ്പോൾ എന്താണ്? ആളുകൾ അത് വാങ്ങാൻ കൂട്ടാക്കില്ല. മീൻസ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണല്ലോ. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ആളുകളുടെ കയ്യിലേക്ക് പണം എത്തുന്നത് തടയാൻ പറ്റും. ഇത് നേരെ കുറയ്ക്കുമ്പോൾ നേരെ തിരിച്ച് ആളുകളിലേക്ക് കൂടുതൽ പണലഭ്യത ക്രിയേറ്റ് ചെയ്യാനും പോസിബിലിറ്റി ഉണ്ട്. രണ്ടെന്ന് പറയുന്നത് CRRഉം SLRഉം ആണ്. ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ബാങ്കുകളൊക്കെ പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ടും അവരുടെ പെട്ടെന്നുണ്ടാകുന്ന ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും ഒരു നിശ്ചിത എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു? കയ്യിൽ സൂക്ഷിക്കുകയും ഒരു നിശ്ചിത എമൗണ്ട് RBIയിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? പാർക്ക് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് CRRഉം SLRഉം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ പണമായിട്ട് RBIയിൽ സൂക്ഷിക്കേണ്ട തുകയാണ് എന്ത്? CRR എന്ന് പറയുന്നത്. ബാങ്കുകൾ പണമായിട്ട് RBIയിൽ സൂക്ഷിക്കേണ്ട പൈസയാണ് നമ്മൾ CRR എന്ന് പറയുക. SLR എന്ന് പറയുമ്പോഴോ ബാങ്കുകൾ സ്വർണ്ണമായോ ബോണ്ടുകളായോ സ്വന്തം കൈവശം വെച്ചാൽ മതി. പണമായിട്ട് മാത്രമല്ല, മറ്റ് പല ഓപ്ഷനും കൂടി SLRലുണ്ട്. അത് സ്വന്തം കയ്യിൽ ബോണ്ടുകളായിട്ടോ, ഇപ്പോൾ ഗവൺമെൻറ് ബോണ്ടുകളായ ട്രഷറി ബില്ല് അല്ലെങ്കിൽ T-ബില്ല് പോലെ ഉള്ള രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കയ്യിൽ വെക്കാൻ പറ്റും. ഇത് വർദ്ധിപ്പിക്കുന്നത് വഴി ബാങ്കുകൾക്ക് വായ്പ നൽകാൻ കഴിയുന്ന തുക കുറയുന്നു. അപ്പോൾ ഒരുപാട് ഈ ഒരു എമൗണ്ട് കൂട്ടുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള എമൗണ്ട് എന്ത് ചെയ്യുന്നു? ഇത്ര എമൗണ്ടിൽ മുകളിൽ കയ്യിൽ വെക്കണം, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് CRR ആയിട്ട് ബാങ്കിൽ RBIയിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന പണത്തിൽ നിന്ന് വേണം എടുക്കാൻ. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൂടുതൽ എമൗണ്ട് ബോറോ ചെയ്യാനും കൂടുതൽ പണലഭ്യത മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. മീൻസ് ആളുകളിലേക്ക് പണം എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? മണി ഇൻഫ്ലേഷൻ കൺട്രോൾഡ് ആവും. തുറന്ന വിപണി പദ്ധതികൾ അഥവാ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. RBI ഗവൺമെൻറ് സെക്യൂരിറ്റികൾ വിപണിയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതിയാണ്. വിപണിയിൽ നിന്ന് പണം പിൻവലിക്കാൻ RBI സെക്യൂരിറ്റികൾ വിൽക്കുന്നു. അപ്പോൾ പെട്ടെന്ന് മണി കൺട്രോൾ ചെയ്യണമെന്ന് തോന്നുമ്പോൾ എന്ത് പറ്റുന്നു? ഈ സെക്യൂരിറ്റീസ് ഉപയോഗിക്കുന്നതിനാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയാം. അപ്പോൾ RBI സെക്യൂരിറ്റികൾ കൊടുത്തതിന് ശേഷം ബാങ്കുകൾക്ക് സെക്യൂരിറ്റി കൊടുത്തിട്ട് പണം ഇങ്ങോട്ട് വാങ്ങുകയാണ്, എന്നിട്ടൊരു ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ ആ ഒരു പണം മുഴുവൻ ബാങ്കുകൾ ആളുകൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പണം മുഴുവൻ RBIയുടെ കയ്യിലേക്ക് വരും. അപ്പോൾ പണലഭ്യത കുറയുകയും ഇൻഫ്ലേഷൻ കൺട്രോൾഡ് ആവുകയും ചെയ്യും. ഇനി ആളുകളുടെ കയ്യിലേക്ക് പൈസ എത്തുന്നില്ലാത്തൊരു സാഹചര്യം സംജാതമായി കഴിഞ്ഞാലോ, അപ്പോൾ കൊറോണ പോലത്തെ സമയത്തേക്ക് ആളുകളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് പറ്റും? നേരെ തിരിയും. ആ സാഹചര്യത്തിൽ RBI എന്ത് ചെയ്യുന്നു? ബോണ്ടുകൾ കൊടുക്കുകയല്ല, ബോണ്ടുകൾ പർച്ചേസ് ചെയ്തിട്ട് പണം അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ കൂടുതൽ ആളിലേക്ക് പണലഭ്യത ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 3 ശരിയാണ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് കടന്നാൽ ആനുവൽ റിപ്പോർട്ട് ഓഫ് കറൻസി ആൻഡ് ഫിനാൻസ് ഇസ് പബ്ലിഷ്ഡ് ബൈ, അതായത് ആനുവൽ റിപ്പോർട്ട് ഫിനാൻസിലും കറൻസിയിലുള്ള ആനുവൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? SIDBI അഥവാ സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ RBI, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ഈ ഓപ്ഷനുകളിൽ ഏതാണ് ശരി? ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന ആരാണെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്. ആൻസർ B ആണ്.
റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് അഥവാ RCF ഇസ് ആൻ ആനുവൽ പബ്ലിക്കേഷൻ ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്നതാണ് റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ കോംപ്രിഹെൻസീവ് അനാലിസിസ് ഓഫ് ദ ഇന്ത്യൻ ഇക്കോണമി ഫോക്കസിംഗ് ഓൺ ദ സ്പെസിഫിക് തീംസ് ഇൻ ഈച്ച് ഇയർ റിലേറ്റഡ് ടു ദ മോണിറ്ററി പോളിസി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് സ്ട്രക്ചറൽ ഷിഫ്റ്റ്. പ്രധാനമായിട്ടും ഓരോ വർഷം നടക്കുന്ന മോണിറ്ററി പോളിസിയെ പറ്റിയിട്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ പറ്റിയിട്ടും സ്ട്രക്ചറലായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് RBIയുടെ ഈ റിപ്പോർട്ടിലാണ്. ഏത് റിപ്പോർട്ടാണ്? റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് അഥവാ RCF എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? മോണിറ്ററി പോളിസി ചെയ്യുന്ന RBI ആണ്. RBI ഇസ് എ പബ്ലിഷർ. നേച്ചർ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടാണ്. ദ റിവ്യൂസ് എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് പ്രസൻസ് എ ഫോർവേഡ് ലുക്കിംഗ് പെർസ്പെക്റ്റീവ് ഓഫ് ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ഡെവലപ്പിംഗ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഓവറോൾ റിപ്പോർട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. The report has been published in 1937, so there was a brief hiatus between 2009 and 2021 before it was resumed in the thematic focus. അപ്പോൾ ജനറൽ 1937 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത് ആരംഭിച്ചത് 1937 ഹോൾട്ട് ചെയ്ത കാര്യം പിന്നെ ഓർക്കണം എന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുന്നത് which among the following measures will reduce the supply of money in the economy? താഴെ പറയുന്നവയിൽ ഏതാണ് മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യുന്നത്? പർച്ചേസ് ഓഫ് ദ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ ദ RBI, സെയിൽ ഓഫ് ദ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ ദ RBI, borrowings of the central government from the RBI, none of the above. അപ്പോൾ താഴെ നിന്നതിൽ മണി സപ്ലൈ കൺട്രോൾ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുന്നത് ഏതെന്ന ചോദ്യം. അപ്പോൾ RBI ഗവൺമെന്റ് ബോണ്ടുകൾ സെക്യൂരിറ്റികൾ പർച്ചേസ് ചെയ്യുമ്പോഴാണോ അതോ കൊടുക്കുമ്പോൾ? നമ്മൾ കുറച്ച് മുന്നേ അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. RBI ബോണ്ടുകൾ പർച്ചേസ് കഴിഞ്ഞാൽ പണം അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. RBI ബോണ്ടുകൾ വിറ്റ് കഴിഞ്ഞാൽ പണം ഇങ്ങോട്ട് വരും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇത് പോവുക. അപ്പോൾ സെക്യൂരിറ്റീസ് എങ്ങോട്ട് പോകുന്നോ നേരെ തിരിച്ച് അപ്പുറ സൈഡിലേക്കായിരിക്കും പണം പോവുക. ഇവിടെ വേണ്ടത് ഇക്കോണമിയിലേക്ക്, ടോട്ടൽ ഇക്കോണമിയിലേക്കുള്ള പണ സപ്ലൈ എന്ത് ചെയ്യണം? കുറയ്ക്കണം. പണ സപ്ലൈ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പണം RBI അസ്യൂം ചെയ്യണം. അപ്പോൾ എന്ത് പറ്റും? ബോണ്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഓപ്ഷൻ ബി ആണ്. എന്താണ്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, എ ടൂൾ യൂസ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു റെഗുലേറ്റ് ദ ലിക്വിഡിറ്റി. എങ്ങനെ? സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. വെൻ RBI സെൽസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, GSEC വിറ്റ് കഴിയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് പബ്ലിക് ബൈ ദം. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സും എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സാധനം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നു? മണി അങ്ങോട്ട് കൊടുക്കുന്നു. പകരം അവർക്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അപ്പോൾ ദിസ് സക്സ് ഔട്ട് ദ ലിക്വിഡിറ്റി ഫ്രം ദ ബാങ്കിങ് സിസ്റ്റം because money flows from the bank to the from the banks or the public to the RBI. Consequently, the money supply in the economy decreases. The purchase of the securities ആദ്യം ഓപ്ഷൻ എയിൽ ഉണ്ട്. അങ്ങനെയായിരുന്നു. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? പൈസ അങ്ങോട്ട് കൊടുക്കുകയും കൂടുതൽ എമൗണ്ട് മാർക്കറ്റിലേക്ക് വരികയും ചെയ്യുകയാണ് ചെയ്യുന്നത്. മണി സപ്ലൈ കൂട്ടാൻ കാരണമാകും. ഇനി ബോറോയിങ്സ് ആകുമ്പോഴോ, when the government borrows money from the RBI, it usually involves the creation of new money or spending that increase in the currency of circulation. അപ്പോൾ കറൻസി സ്പ്രെഡിങ്, എന്തെങ്കിലും കറൻസി സ്പെൻഡിങ് എന്ന് പറയുന്നത് വളരെയധികം കൂട്ടാനായിട്ട് കാരണമാവുന്നത് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് ബോറോ ചെയ്ത് RBIയുടെ നിന്ന് ബോറോ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരു പുതിയ മണി അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയാണ് എന്ത് ചെയ്യുക? RBIയുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് ഇത് വാങ്ങുമ്പോൾ ഉണ്ടാകുന്നത് സംജാതമാകുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറഞ്ഞാലോ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ റിപ്പോ റേറ്റ്? റിപ്പോ അഥവാ റിപ്പർച്ചേസ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഫാക്ട് ഏതാണ് ശരി? ഇറ്റ് ഈസ് ഓൾവേസ് ലോവർ ദാൻ ദ ബാങ്ക് റേറ്റ്. അത് എപ്പോഴും ബാങ്ക് റേറ്റിനേക്കാളും കുറവായിരിക്കും. ഇറ്റ് ഈസ് ഓൾവേസ് ഹയർ ദാൻ ദ റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റിനേക്കാളും എപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇറ്റ് ഫോക്കസസ് ഓൺ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ നീഡ്സ്. താൽക്കാലികമായിട്ടുള്ള ഫിനാൻഷ്യൽ നീഡ്സിനാണ് റിപ്പോ ഉപയോഗിക്കുന്നത്. നോ കൊളാറ്ററൽ ഈസ് ഇൻവോൾവ് വെൻ ഇറ്റ് ഈസ് ചാർജ്ഡ്. ചാർജ് ചെയ്യുന്ന സമയത്ത് കൊളാറ്ററൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിൽ 1, 2 ആണോ, 1, 2, 3 ആണോ, 1, 3 ആണോ, അതോ എല്ലാം ശരിയാണോ എന്നാണ് ചോദ്യം. അപ്പോൾ റിപ്പോ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ബി ആൻസർ ആയിട്ട് വന്നത്? 1, 2, 3 ശരിയും ലാസ്റ്റത്തെ ഓപ്ഷൻ തെറ്റുമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾവേസ് ലോവർ ദാൻ ദ ബാങ്ക് റേറ്റ്. നമുക്കറിയാം ഒരു സീലിംഗ് ലിമിറ്റ് എപ്പോഴും ഉണ്ടാവും. ബാങ്കുകൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ സീലിംഗ് ലിമിറ്റ് ഉണ്ടാവും. ഈ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അപ്പർ സീലിംഗ് ലിമിറ്റ് ആണ് അല്ലേ? ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഉണ്ടാവുക എപ്പോഴും ബാങ്ക് റേറ്റിനായിരിക്കും. ലോങ് ടൈമിലേക്ക് പൈസ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ബാങ്ക് റേറ്റ് എന്ന് പറയാം. ഒരുപാട് കാലത്തേക്ക് RBI എന്ത് ചെയ്യുന്നു? ബാങ്കുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുക? അതിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റാണ് ബാങ്ക് റേറ്റ് എന്ന് പറയാം. ഇനി റിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു മിഡ് റേറ്റ് ആയിരിക്കും, നടുക്കായിരിക്കും വരിക, മിഡിൽ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ RBI ബാങ്കുകൾക്ക് പൈസ കൊടുക്കുന്നു, തിരിച്ചിങ്ങോട്ട് വാങ്ങുന്നു. റിപ്പോ ഉണ്ട്, റിവേഴ്സ് റിപ്പോ ഉണ്ട്, ബാങ്ക് റേറ്റ് ഉണ്ട്. ഇതിന് കൂടെ ഈ ബാങ്ക് റേറ്റിനൊപ്പം നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് SDF എന്ന് പറയുന്നത്. SDF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കൊളാറ്ററൽസ് ഇല്ലാതെ കൊടുക്കുന്നതാണ്. അതായത് RBI ആരുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യുന്നു? ഈ പറഞ്ഞ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പണി ബോറോ ചെയ്യുന്നു. അവരുടെ കയ്യിൽ കൊളാറ്ററൽസ് ഒന്നുമില്ല. എന്നാൽ RBI ഇവരോട് പറയുന്നു, ബാങ്കുകളോട് പണം ഇങ്ങോട്ട് തരാൻ പറയുന്നു. അതിനാണ് കൊളാറ്ററൽ ലെസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻ നടക്കുന്നത്. അത് ലാസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് സാധാരണഗതിയിൽ വരാറുള്ളൂ. നേരെ തിരിച്ച് സംഭവിക്കുമ്പോൾ എന്ത് പറ്റും പറയുന്നു? നമ്മളതിനെ MSF എന്ന് വിളിക്കും. RBI അത് വാങ്ങുമ്പോൾ അതിന് SDF എന്ന് വിളിക്കും. അപ്പോൾ MSF പോലത്തെ റേറ്റുകളൊക്കെ ഏറ്റവും ലോവസ്റ്റ് റേറ്റിലായിരിക്കും വരിക. ഏറ്റവും ലോവസ്റ്റ് ടയറിൽ ലോവർ സീലിംഗ് ലിമിറ്റ് ആയിരിക്കും വരിക. SDFും ബാങ്ക് റേറ്റും ഒക്കെ അപ്പർ സീലിംഗ് ലിമിറ്റ് ആയിരിക്കും വരിക. ഇതിൻ്റെ ഇടയിലായിരിക്കും റിപ്പോയും റിവേഴ്സ് റിപ്പോയും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ the bank rate is used for the long term lending and often acts as a penalty rates via the MSF making it higher than the repo rate. അപ്പോൾ
ഒരു ബാങ്കുകൾ ലോങ് ടൈം ആയിട്ട് ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ലെങ്കിലുള്ള സമയത്ത് പെനാൽറ്റി ആയിട്ട് ഉൾപ്പെടെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ ബാങ്ക് റേറ്റ് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, കൂടുതലായിരിക്കും, അപ്പർ സീലിംഗ് ലിമിറ്റിലായിരിക്കും കിടക്കുക. ഇറ്റ്സ് ഓൾവേസ് ഹയർ ദാൻ ദ റിവേഴ്സ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം എന്താ, റിവേഴ്സ് റിപ്പോ റിപ്പോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപർച്ചേസ് റേറ്റ് ആണ്. ആളുകൾ അല്ലെങ്കിൽ ബാങ്കുകൾ RBIയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഹയർ ആയിരിക്കും. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാങ്കുകൾ അവരുടെ കയ്യിലുള്ള പണം ആർക്ക് കൊടുക്കുന്നു, RBI കൊടുക്കുന്നു, അതിന് RBI ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ റിവേഴ്സ് റിപ്പോയ്ക്ക് ഇൻട്രസ്റ്റ് റിപ്പോനേക്കാൾ എപ്പോഴും കുറവായിരിക്കും. റിവേഴ്സ് റിപ്പോ ഇസ് വാട്ട് RBI pays to the banks to park funds. To control the corridor, റിപ്പോ is kept higher. അപ്പോൾ റിപ്പോ ആയിരിക്കും റിവേഴ്സ് റിപ്പോനേക്കാൾ എപ്പോഴും എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഉണ്ടാവുക. അടുത്തത്, ഇറ്റ് ഫോക്കസസ് ഓൺ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ നീഡ്സ്. ഷോർട്ട് ടൈം ആയിട്ടുള്ള ഫിനാൻഷ്യൽ നീഡ്സിനാണ് പെട്ടെന്ന് സാറ്റിസ്ഫൈ ചെയ്യുക. ശരിയാണ്. റിപ്പോ റേറ്റ് അല്ലെങ്കിൽ റീപർച്ചേസ് റേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഓവർ നൈറ്റോ അല്ലെങ്കിൽ 14 ദിവസം വരെയോ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ വളരെ ഷോർട്ട് ടൈം, ബാങ്ക് റേറ്റ് വളരെ ലോങ് ടൈം ആയിരുന്നെങ്കിൽ റിപ്പോ ഷോർട്ട് ടൈമിലേക്ക് മാത്രമാണ്, ഓവർ നൈറ്റോ 14 ദിവസം വരെ മാത്രമേ കാണൂ. നോ കൊളാറ്ററൽ ഈസ് ഇൻവോൾവ് വെൻ ഇറ്റ് ഈസ് ചാർജ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻകറക്റ്റ് ആണ്. ഇതിന് കൊളാറ്ററൽസ് ഉണ്ട്. റിപ്പോ എന്ന് പറയുന്നതിനും റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നതിനൊക്കെ എന്താണ്, കൊളാറ്ററൽസ് ഉണ്ട്. ആദ്യം അവരുടെ കയ്യിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബോണ്ടുകളൊക്കെ ഉണ്ടാവും. ഇത് കൊടുത്തിട്ടാണ് പൈസ വാങ്ങാൻ പറ്റുക. അതേസമയം നമ്മൾ മുന്നേ പറഞ്ഞ SDFനൊന്നും എന്തില്ല, കൊളാറ്ററൽസ് ഇല്ല, കൊളാറ്ററൽ ലെസ് ആണ്. എന്ന് പറഞ്ഞാൽ അവസാന ഘട്ടത്തിൽ ഇവർക്ക് പൈസ അങ്ങോട്ട് വാങ്ങണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പൈസ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വാങ്ങണം. പക്ഷേ കൊളാറ്ററൽസ് തീർന്നു പോകുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളായിരുന്നു SDF എന്നൊക്കെ പറയുന്നത്. അത് കൊളാറ്ററൽ ലെസ് ട്രാൻസാക്ഷൻസ് ആണ്. എന്നാൽ ഇവിടെ പറയുന്ന റിപ്പോനെ പറ്റിയിട്ടാണ്. റിപ്പോ ഈസ് ഓൾവേസ് റീപർച്ചേസ് റേറ്റ്, തിരിച്ച് വാങ്ങിക്കോളാം എന്നുള്ള ഉറപ്പാണ്. എന്ത്, ഈ കൊളാറ്ററൽസ് എന്ന് പറയുന്ന സാധനം അവിടെ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6 പോയാൽ, ഒരു രാജ്യത്തിൻ്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? അതായത് ഒരു രാജ്യത്തിൻ്റെ ധനകാര്യ അതോറിറ്റി അല്ലെങ്കിൽ പിന്നെ ഫിനാൻഷ്യൽ അതോറിറ്റിയാണ് ഒരു കറൻസിയുടെ വിനിമയ നിരക്ക് എത്രയാണെന്ന് സ്വന്തമായിട്ട് അവരെ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് സ്ഥിര വിനിമയ നിരക്കാണോ, അയവുള്ള വിനിമയ നിരക്കാണോ, മാനേജർ ഫ്ലോട്ടിംഗ് ആണോ, ഇതൊന്നും അല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് നേരിട്ട് കിടക്കാം. ഉത്തരമായിട്ട് വരുന്നത് A ആണ്. ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ മൂല്യം ആ രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കോ, ഉദാഹരണത്തിന് ഇന്ത്യയിൽ RBI പോലത്തെ ബാങ്കുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ നേരിട്ട് തീരുമാനിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പേര് വിളിക്കും? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കാം. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കാം. കാരണം ഗവൺമെൻറ് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ട് നിർത്തിക്കുകയാണ്. ഫിക്സഡ് എമൗണ്ട് റേറ്റ് ആണ്, മാറിക്കൊണ്ടേ ഇരിക്കുന്നില്ല. വിനിമയ നിരക്ക് തീരുമാനിക്കുന്നത് സാമ്പത്തിക അതോറിറ്റി ആയിരിക്കും അവിടെ, അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി ആയിരിക്കും അവിടെ ഇത് തീരുമാനിക്കുന്നത്. ഇത് വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ പോകുന്നില്ല. സാധാരണയായിട്ട് മറ്റു രാജ്യത്തിൻ്റെ കറൻസിയുമായോ സ്വർണ്ണവുമായോ ബന്ധിപ്പിച്ചാണ് നിരക്ക് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഒരു കറൻസിയുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്ത്യയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിരുന്നു. അമേരിക്കൻ ഡോളറുമായിട്ട് ടൈ ചെയ്ത് 1-on-1 എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീടാണ് ഇത് മാറിയത്. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഇത് മാറി മാർക്കറ്റ് ബേസ്ഡ് ആയിട്ട് മാറുന്നത്. ഇനി ബാക്കിയുള്ള രണ്ടെണ്ണം കൂടി പറയുകയാണെങ്കിൽ, ഒന്ന് അയവുള്ള വിനിമയ നിരക്ക് അഥവാ ഫ്ലെക്സിബിൾ അഥവാ ഫ്ലോട്ടിംഗ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഇത് വിപണിയിലെ ഡിമാൻഡ് സപ്ലൈ എന്നിവ അടിസ്ഥാനമാക്കി തീരുമാനിക്കപ്പെടുന്നു. അപ്പോൾ വിപണിയിൽ എന്താണോ ഉള്ളത് അവരുടെ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച് വില അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. അതിനാണ് അയവുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് അടിസ്ഥാനമാക്കി തീരുമാനിക്കപ്പെടുന്നു. ഗവൺമെൻറ് ഇതിലൊന്നും എന്ത് ചെയ്യാറില്ല, നേരിട്ട് ഇടപെടാറില്ല. എന്നാൽ ഇന്ത്യ ഇപ്പോൾ ജനറലി ഫോളോ ചെയ്യുന്നത് മാനേജർ ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന സിസ്റ്റമാണ്. എന്താണ് ഈ മാനേജർ ഫ്ലോട്ടിംഗ്? വിനിമയ നിരക്ക് വിപണിക്ക് വിട്ടുകൊടുക്കുന്നു. വിനിമയ നിരക്ക് തീരുമാനിക്കുന്ന ആരാണ്? വിപണി തന്നെയാണ്. പക്ഷേ വലിയ തകർച്ചകളോ മാറ്റങ്ങളോ ഉണ്ടാകുന്ന കണ്ടീഷനിൽ ഗവൺമെൻറ് കയറി ഇടപെടുന്നു. അപ്പോൾ ആ ഇടപെടുന്ന കാര്യത്തിനാണ് നമ്മൾ എന്താ പറയുക, ഡേർട്ടി ഫ്ലോട്ടിംഗ് അഥവാ ഡേർട്ടി ഫ്ലോട്ടിംഗ് എന്നതിന് വിളിക്കാറുണ്ട്. ഗവൺമെൻറ് ആവശ്യമുള്ള സമയത്ത് മാത്രം എന്ത് ചെയ്യുന്നു, കയറി ഇടപെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ക്വസ്റ്റൻ നമ്പർ 7 ആണ്. അപ്പോൾ റിപ്പോ റേറ്റ് റെഫേഴ്സ് ടു ദ റേറ്റ് അറ്റ് വിച്ച് ബിൽസ് ആർ ഡിസ്കൗണ്ടഡ് ബൈ ദ RBI borrows short term money from the market, banks keep the money with the RBI and the rate at which commercial banks should lend to the money of the RBI. റിപ്പോ റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു കൊളാറ്ററൽസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, മണി വാങ്ങുന്നതിനാണ് നമ്മൾ പറയുക റീപർച്ചേസ് റേറ്റ് പറയാം. അപ്പോൾ റീപർച്ചേസ് ചെയ്തോളാം എന്നുള്ള ഉറപ്പ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ബാങ്കുകൾ RBIയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു, അവിടുന്ന് തിരിച്ച് കൊളാറ്ററൽസ് തിരിച്ചു കൊടുക്കുന്നു. ആ കണ്ടീഷനാണ് റിപ്പോയിൽ വരിക. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് B ആണ്. While we commonly say RBI lends a repo rate, a repo അല്ലെങ്കിൽ repurchase agreement എന്ന് പറയുന്നത് technically involves RBI buying the securities from the banks with an agreement that the banks will repurchase them later. RBI ബോണ്ട്സ് വാങ്ങിയിട്ട് അവർക്ക് കാശ് കൊടുക്കുന്നു. അപ്പോൾ ആ ബോണ്ട് വാങ്ങുന്നു എന്ന് പറയുന്നതിനാണ് നമ്മൾ പ്രയോറിറ്റി ആയിട്ട് കാണേണ്ടത്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, തിരിച്ച് ഒരു ഇൻട്രസ്റ്റ് റേറ്റും ചാർജ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇൻട്രസ്റ്റ് റേറ്റാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയാറ്. അപ്പോൾ ക്വസ്റ്റൻ നമ്പർ 8 കടക്കുകയാണെങ്കിൽ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചു. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 1980 6 ബാങ്ക് സ്വകാര്യ മേഖലാ ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുറമെ ഇപ്പോൾ ഇന്ത്യയിൽ 20 ദേശസാൽകൃത ബാങ്കുകളും ഉണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൂടാതെ ഇന്ത്യയിൽ 20 ദേശസാൽകൃത ബാങ്കുകളും ഉണ്ട്. ഇതൊന്നും രണ്ടും ആണോ, 1 2 3 4 ആണോ, 1 only ആണോ, 1 2 3 മാത്രമാണോ ശരി എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ഉത്തരമായിട്ട് വരുന്നത്. 1949 തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത്. അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. 1935 ഒരു സ്വകാര്യ ഓഹരി ഉടമകളുടെ ബാങ്കായിട്ട് ആരംഭിച്ച RBIനെ 1949 ജനുവരി 1 ഗവൺമെന്റ് എന്ത് ചെയ്തു, ഏറ്റെടുത്ത് എന്ത് ചെയ്തു, ദേശസാൽക്കരിച്ചു. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ആ സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. 50 കോടി രൂപയിൽ നിക്ഷേപമുള്ള 14 വലിയ ബാങ്കുകൾ 1969 ജൂലൈ 19 ദേശസാൽക്കരിച്ചു.
1980 രണ്ടാം ഘട്ട ബാങ്ക് ദേശവൽക്കരണം നടക്കുന്ന സമയത്ത് 6 സ്വകാര്യ മേഖലാ ബാങ്കുകൾ ദേശവൽക്കരിച്ചു. അതും ശരിയാണ്. രണ്ടാം ഘട്ടമായിട്ട് 200 കോടി രൂപയിൽ കൂടി നിക്ഷേപമുള്ള ബാങ്കുകളായിരുന്നു ദേശവൽക്കരിച്ചത്. അതിൽ 6 ബാങ്കുകൾ കൂടി ഉൾപ്പെടുത്തി 1980 ഏപ്രിൽ 15 ദേശവൽക്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 20 ദേശവൽകൃത ബാങ്കുകളുണ്ടെന്ന്. ഇപ്പോൾ 2019-20 ടൈമിലെ എക്സാം നടക്കുന്നെങ്കിൽ 21 എക്സാമിലേക്കാണ് നടക്കുന്നെങ്കിൽ അവിടെ ആ ഒരു ടൈമിൽ വമ്പൻ മെർജറുകളൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം 12 ബാങ്കുകൾ മാത്രമേ ഉണ്ടാകുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം. RBI മോണിറ്ററി പോളിസി എന്ന ചോദ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ RBI നമ്മുടെ PSC ചോദിച്ചൊരു ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. 2021 ചോദിച്ച ചോദ്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് ബജറ്റ് ആൻഡ് ഫിസിക്കൽ പോളിസി എന്തൊക്കെ ഉണ്ടാവും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ ആദ്യമായിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? പൊതുഭരണം, പൊതുജനാരോഗ്യം, ആസൂത്രണ കമ്മീഷൻ. ഇതിലേതാണ് ഗവൺമെന്റിന്റെ നയപരിപാടികൾ ജനറലി പറയുന്ന സമയത്ത് തന്നെ വിളിക്കുന്ന ഒരു പേരെന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൽ ഉത്തരമായിട്ട് വരുന്നത്. എന്താണ്? പൊതുഭരണം. പബ്ലിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഗവൺമെന്റ് റൂൾ ചെയ്യുന്നു. അതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഒരു രാജ്യത്തെ ഗവൺമെന്റിന്റെ നയങ്ങളും വികസന പരിപാടികളും ഫലപ്രദമായിട്ട് നടപ്പിലാക്കുന്നതിനാണ് പൊതുഭരണം എന്ന് ജനറലി പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട വശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വിഭവങ്ങളുടെ വിനിയോഗമാണ്. ലഭ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളും അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് നിലവിൽ കയ്യിലുള്ള മെറ്റീരിയൽ റിസോഴ്സ് എന്തൊക്കെയാണ്, അവിടുത്തെ മനുഷ്യവിഭവശേഷി അഥവാ ഹ്യൂമൻ റിസോഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നു. നയരൂപീകരണവും നടപ്പിലാക്കലും ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് രൂപീകരിക്കുന്ന നിയമങ്ങളും പദ്ധതികളും താഴെ തട്ടിൽ എത്തിക്കുക എന്നാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത്. കൂടാതെ അപ്പോൾ പൊതുഭരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് അവസാനത്തെ ക്വസ്റ്റിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. 1952 കേന്ദ്ര ഗവൺമെന്റ് മൊത്തം ചെലവിൻ്റെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസത്തിനായിട്ട് ചെലവഴിച്ചത്? 1952 എത്ര ശതമാനമാണ് കേന്ദ്ര ഗവൺമെന്റ് അവരുടെ മൊത്തം ഫണ്ടിൽ നിന്നും എന്തിനാണ് ചെലവഴിച്ചത്? വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചത്. 7.92, 6.43, 5.47, 8.63 എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഒരു ഫാക്ച്വൽ നോളജാണ്. ഇതൊരു പ്രീവിയസ് ഇയർ വരുമ്പോൾ ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ആ ഒരു ഡാറ്റ പിന്നെയും നമുക്ക് ആവശ്യമില്ല. ഈ ഒരു സമയത്ത് അതേപോലത്തെ ഒരു ഡാറ്റ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇയേഴ്സിന് ചോദിക്കാം. അപ്പോൾ ഈ ചോദിച്ച പോലെ അപ്പോൾ നിലവിലെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. 1952 ആദ്യത്തെ ഒരു ഗവൺമെൻറ് വരുന്ന സമയത്ത് ടൈം ലൈനാണ്. അപ്പോൾ അന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഇന്നും റെലവൻ്റ് ആണ്. ഇന്നത്തെ കണക്കുകൾ പഠിക്കുക, കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പഠിക്കുക, ആദ്യത്തെ കണക്കുകൾ പഠിക്കുക. ബാക്കിയുള്ള കണക്കുകളൊന്നും എന്ത് ചെയ്യേണ്ട, ബാലൻസ് നോക്കി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ 1952 കാലം നോക്കി ഇന്ത്യയുടെ മൊത്തം ഗവൺമെൻറ് ചെലവിൻ്റെ 7.92% വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. 7.92% ചെലവഴിച്ചിട്ടുണ്ട്. ഇതേ കാലയളവ് ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം അഥവാ GDP-യുടെ കേവലം 0.64% മാത്രമാണ് വിദ്യാഭ്യാസത്തിനായിട്ട് ചെലവഴിച്ചിരുന്നത്. അപ്പോൾ GDP-യുടെ 0.64 മാത്രമേ ചെലവഴിച്ചിരുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ കാലക്രമേണ ഈ വിഹിതം മാറി 2014-15 കൂടി കേന്ദ്രത്തിൻ്റെ മൊത്തം ഗവൺമെൻറ് ഏകദേശം 15.7% എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ ഈ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് കൂടിയിട്ടുണ്ട്. GDP-യുടെ നോക്കുകയാണെങ്കിൽ കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടുള്ള ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ടോപ്പിക് RBIയുടെ ടോപ്പിക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഫിസിക്കൽ പോളിസി എന്ന് പറയുന്ന സാധനത്തിൻ്റെ കുറേ ക്വസ്റ്റൻസ് കൂടി ഇനി ചെയ്യാനുണ്ട്. ഏകദേശം 15ഓളം ക്വസ്റ്റൻസ് ആണ് 2024 മാത്രം അതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ 2 ക്വസ്റ്റൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ടോപ്പിക്കുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റൻസും നമ്മളിനി നോക്കിയിട്ട് ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.